ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ദീപാവലിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ദീപാവലിക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനെല്ലാം ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അതായത് നമുക്കൊരു ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഫുൾ ഔട്ട്ഫിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം കിട്ടുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ഡ്രസ്സാണ്. ഫസ്റ്റ് നടന്ന ഈ ഒരു ഡ്രസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് ഈ സംഭവം. കണ്ടോ, ഇതൊരു 3/4 ഡ്രസ്സാണ്. സ്ലീവ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവ്ലെസ് ഇടാൻ ആഗ്രഹമാണ്, പക്ഷെ ഞാൻ ഇടാറില്ല. അതായത് ഡ്രസ്സ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇഷ്ടമല്ല. പക്ഷെ അതിന് പകരം ഞാൻ ഒരു ഡെനിം ജാക്കറ്റ് മേടിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ജാക്കറ്റ് മേടിച്ചത്. അപ്പോൾ അതാണ് ആ ജാക്കറ്റ് മേടിച്ചതിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് സംഭവം. ഈ കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കണ്ടോ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആണ്. ഇവിടെ സ്ട്രാപ്പ് ഉണ്ട് കണ്ടോ. നമുക്ക് ഈ സ്ട്രാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് പോർഷൻ ഫുൾ ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. ഈ താഴെ വരെ ഇതിന്റെ ബട്ടൺസ് ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതൊരു മാക്സി ഡ്രസ്സാണ്. ഫുൾ ഫ്ലെയർ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 419 രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് അടിപൊളിയാണ്. നമുക്ക് എന്തെങ്കിലും എന്താ പറയാ നല്ല കാഷ്വൽ ആയിട്ടായിരിക്കും നമുക്ക് ഡ്രസ്സിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണിത്. നമുക്ക് ഇത് വേണമെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാക്കറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഒരു ഡെനിം ജാക്കറ്റോ ഓവർകോട്ട് പോലെയൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കളർ മാത്രമല്ല, ഇതിൻ്റെ യെല്ലോയും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ മാക്സി ഡ്രസ്സ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു കണ്ടോ ഈ ഒരു ബാഗാണ് മേടിച്ചത് കേട്ടോ. ഇതും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് കണ്ടോ. അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 സിബും കൂടി വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സീക്രട്ട് പോക്കറ്റും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് നല്ലോണം എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹാൻഡ് ബാഗാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ പിങ്ക് കളർ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ അതിന് മാച്ചായിട്ട് ഈ ഒരു ഷെയ്ഡാണ് എടുത്തത്. പിങ്കും എല്ലാം പിങ്ക് ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് എടുത്താണ്ട് ഒരു ബെയ്ജോ അങ്ങനത്തെ എന്താ കളറാണ് നോക്കുന്നത് അതെടുത്തത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ് കേട്ടോ. നല്ല റേറ്റ് കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് വെയർ ആണ്. ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനെടുത്തേക്കുന്ന ആ പിങ്ക് സെയിം പിങ്ക് അല്ല, പക്ഷെ കുറച്ചും കൂടി ലൈറ്റ് അല്ല എന്താ പറയുക
ഒരു പീച്ചോ അങ്ങനത്തെ ഒക്കെ ഒരു പീച്ച് കളറൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനത്തെ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്ലാറ്റാണ്, ഹീൽസ് ഒന്നുമല്ല, ഫ്ലാറ്റാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ എൻ്റെ സൈസ് എന്ന് പറയുന്നത്. 41 ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 രൂപയാണ്. ഇതിൻ്റെ വേറെ 2 കളേഴ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. യെല്ലോ, ബ്ലാക്ക് ആണോ ഗ്രേ ആണോ എന്നറിയില്ല, ഞാൻ കണ്ട പോലെ ഉണ്ടാകാൻ ഞാൻ പറഞ്ഞത്. 2 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ്, ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ലാസ്റ്റ് ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനതിവിടെ എടുത്ത് കൊളത്തിട്ടേക്കണേ. കാരണം എന്താ വെച്ചാൽ ഒരു നെക്ക് പീസാണത്. അത് മൊത്തം എനിക്ക് കിട്ടിയത് ഒരു പാക്കറ്റിലായിരുന്നു വന്നത്, പക്ഷെ അത് മൊത്തം ആകെ കെട്ട് പിടിച്ചു പോയി. എന്നിട്ട് ഞാനത് 1-2-3 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ആ കെട്ടഴിച്ച് ക്ലിയർ ആക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ ഹാങ്കറിൽ കൊണ്ട് തൂക്കിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരാം. ഇതേ കണ്ടോ, ഇതാണ് സംഭവം. ഇതിപ്പോൾ മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവും ഇങ്ങനത്തെ ടൈപ്പ് മാലകൾ. ഉണ്ടോ, ഇത് മൊത്തം കെട്ട് പിടിച്ചേക്കായിരുന്നു. ആകെ പണിയായിരുന്നു ഇത് അഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇനി കെട്ട് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിപ്പോൾ. അപ്പം ഞാൻ അതുകൊണ്ട് ഒരിക്കലും അനക്കാണ്ട് വെച്ചേക്കായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, അതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനിതെല്ലാം ഞാനിതൊക്കെ വേറെ എടുത്ത് വരാം. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുൾ ഔട്ട്ഫിറ്റ്. ഓക്കെ. അയ്യോ, അത് റേറ്റ് പറഞ്ഞില്ലല്ലോ, സോറി. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് പോലെ. അപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് പറഞ്ഞില്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇത് ജുവൽസ് ഗാലക്സി ബ്രാസ് നെക്ലസ് ഫോർ വുമൺ, അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 199 രൂപയാണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ റേറ്റ്. അപ്പം ഞാനിത് വേറെ ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ.